ശബരിമല സന്നിധാനത്തെ തിരുവോണ സദ്യ ഈ വർഷം മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണനാളിൽ എത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ ലഭ്യമാക്കും. ഓണസദ്യയുടെ മറവിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും പൂർണ്ണമായും ഒഴിവാക്കാനാണ് ബോർഡിന്റെ പുതിയ തീരുമാനം. RB സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, എന്താണ് വിശദാംശങ്ങൾ? അജിംസ്, മുൻകാലങ്ങളിലൊക്കെ തിരുവോണ ദിവസം ശബരിമലയിൽ വരുന്ന ഭക്തർക്കെല്ലാം തന്നെ ഓണസദ്യ നൽകിയിരുന്നു. അത് പക്ഷേ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവർ പണം പിരിച്ച് നടത്തുന്ന രീതിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ അത് ബോർഡ് നേരിട്ട് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പോലെ സ്പോൺസർഷിപ്പും അതേപോലെ അനധികൃത പണപ്പിരിവും ഒക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചത്. പലപ്പോഴും ഈ പണപ്പിരിവൊക്കെ തന്നെ അനധികൃതമായിട്ട് പണം പിരിച്ച് അതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് തർക്കങ്ങളും വിവാദങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തവണ സന്നിധാനത്ത് വരുന്നവർക്ക് ഓണസദ്യ നൽകും, നല്ല ഗംഭീരമായിട്ടുള്ള സദ്യ തന്നെ നൽകും. പക്ഷെ അത് ബോർഡ് നേരിട്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയുള്ള കാലങ്ങളിലൊക്കെ തന്നെ ഈ സ്പോൺസർഷിപ്പും പണപ്പിരിവും ഒഴിവാക്കി ബോർഡ് മാത്രമായിരിക്കും തിരുവോണ ദിവസം ശബരിമലയിൽ ഓണസദ്യ നടത്തുക. അജിംസ്, ശരി.